വിവാഹം കഴിഞ്ഞ് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമോ ആകുമ്പോൾ എല്ലാ ദമ്പതിമാരും ആഗ്രഹിക്കുന്നതാണ് ഇനി ഒരു കുഞ്ഞാകാം. കുഞ്ഞുങ്ങളെ വല്ലാതെ സ്നേഹിക്കാനും അവരുടെ കളികളും തമാശകളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അതിയായ മോഹമുണ്ടാവും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പെൺകുട്ടികൾ വീടിന്റെ ഐശ്വര്യം അഥവാ ബറക്കത്ത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആൺകുട്ടികൾ റഹ്മത്ത് അനുഗ്രഹമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ നല്ല നിലക്ക് വളർത്തി വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ 3 മക്കളെങ്കിലും ഇസ്ലാമിക ബോധത്തോടു കൂടെ നല്ലൊരു ഇണയിലേക്ക് നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ടെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പെൺകുഞ്ഞുങ്ങൾ സ്വാഭാവികമായും 3, 4 ആകുമ്പോൾ എല്ലാവരും ഇനി കൊതിക്കുന്നത് ഒരു ആൺകുഞ്ഞ് വേണം. കാരണം ആൺകുഞ്ഞ് വീടിന്റെ റഹ്മത്താണ്, അനുഗ്രഹമാണ്, നമ്മുടെ ഭാവിയിലുള്ള സ്വത്താണ്. അതുപോലെ തന്നെ 3-4 ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇനി ഒരു പെൺകുട്ടി വേണം എന്ന് ആഗ്രഹിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ആൺമക്കൾ ഉണ്ടാകാൻ മഹാന്മാർ പറഞ്ഞ നല്ലൊരു കാര്യമാണ്. അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വുളു എടുത്ത് 2 പേരും യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ് എന്ന് 10 തവണ ചൊല്ലുക. എന്നാൽ അവർക്ക് ആൺമക്കൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. ഈ ഒരു വിശ്വാസത്തിൽ ഇത് നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളും, പെൺമക്കളിൽ ഇല്ലാത്തവർക്ക് പെൺമക്കളെയും, കുഞ്ഞുങ്ങൾ തന്നെ ഇതുവരെ ഉണ്ടാകാത്തവർക്ക് സ്വാലിഹായ കൺകുളിർമയാകുന്ന നല്ല മക്കളെ അല്ലാഹു തആല അവർക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ മറ്റു വിഷയങ്ങളായി വരാം.